അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, രണ്ടേ രണ്ട് തെറ്റുകൾ ആരുടെ ഭവനത്തിലുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ തെറ്റേതെന്നറിയുമോ? ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തണേ ചെറുപ്പക്കാരാ, പെങ്ങളെ ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തണേ പൊന്നുമോളെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആയുസ് കുറയുന്ന ഒന്നാമത്തെ തെറ്റേതെന്നറിയുമോ? ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരന് അത് തിന്നാനുള്ള യോഗമുണ്ടാകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഹറാമായ സമ്പത്തുണ്ടല്ലോ, ഏത് വീട്ടിലാണോ മോട്ടിച്ചതും പിടിച്ചു പറിച്ചതും പലിശ കച്ചവടം നടത്തിയതും ലോട്ടറി എടുത്തിട്ട് വാരിക്കൂട്ടുന്ന സമ്പത്തുണ്ടല്ലോ, മോനെ സുഖിക്കാനുള്ള യോഗം നിനക്കില്ല. എന്റെ പ്രിയമുള്ളവരെ, തിരുത്തട്. ഇന്നെല്ലാവർക്കും പണമതിയില്ലൂ, ഏത് വഴിയിലൂടെയും അത് സമ്പാദിക്കാൻ നെട്ടോട്ടമോടുകയാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഒരു പെണ്ണ് സ്വർഗത്തിലാണ്, ഒരു പെണ്ണ് സ്വർഗത്തിലാണ്. ഏത് പെണ്ണെന്നറിയുമോ? ഏത് പെണ്ണെന്നറിയുമോ? രാവിലെ ജോലിക്കിറങ്ങി പോകുന്ന ഭർത്താവുണ്ടല്ലോ, രാവിലെ കുടുംബത്തെ പോറ്റാ ഭാര്യക്കും മക്കൾക്കും വല്ലതും തിന്നാൻ കൊടുക്കാറ്. പടച്ചവരെ, രാവിലെ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്നിറങ്ങി പോകുമ്പോ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് വൈകുന്നേര സമയത്ത് ഇന്ന് ജോലിയൊന്നും കിട്ടിയില്ല, ഇന്ന് ജോലിയൊന്നും കിട്ടിയില്ല, പൈസയൊന്നും കിട്ടിയില്ല. വൈകുന്നേരം വെറും കയ്യോടെ ഈ വീട്ടിലേക്ക് കയറി വന്നാൽ ഞാനും എന്റെ മക്കളും പച്ചവെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങാ തയ്യാറാ. ഞങ്ങളെ കൊണ്ട് ഹറാമിന്റെ ഭക്ഷണം തീറ്റിക്കല്ലേ, ഹറാമിന്റെ പൈസയുമായി ഈ വീട്ടിലേക്ക് വരല്ലേ എന്ന് രാവിലെ ഇറങ്ങി പോകുന്ന ഭർത്താവിനെ ഓർമ്മപ്പെടുത്തുന്ന പെണ്ണ് അവൾ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഒരു പെണ്ണും അങ്ങനെ പറയാറില്ല, ഒരു പെണ്ണും അങ്ങനെ പറയാറില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പണത്തിനോടുള്ള ആർത്തികളെ ചെറുപ്പക്കാരാ, കൊട്ടേഷൻ പണി നടത്തുന്നവരുണ്ടല്ലോ, പണത്തിനെ പിടിച്ചു പറിക്കാൻ പോകുന്നവരുണ്ടല്ലോ, മോഷണം നടത്താൻ പോകുന്നവരുണ്ടല്ലോ. പൊന്നുമോനെ, അള്ളാന്റെ റസൂലിന്റെ അള്ളാന്റെ റസൂലിന്റെ ചരിത്രം അറിയുമല്ലോ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ കാലിന്റെ അടിയിലുള്ള ഒരു പിടി മണ്ണ് പോലും അള്ളാന്റെ റസൂലിന് സ്വന്തമായിട്ടില്ല. അള്ളാന്റെ റസൂല് ചവിട്ടിയിരുന്ന ആ കാലിന്റെ അടിയിലുള്ള ഒരു പിടി മണ്ണ് പോലും അള്ളാന്റെ റസൂലിന് സ്വന്തമായിട്ടില്ലായിരുന്നു. ചെറുപ്പക്കാരോ, അള്ളാന്റെ റസൂലിന്റെ കൂടെ പോയ സഹാബത്തുണ്ടല്ലോ, തന്റെ ആയുഷ്കാലം മുഴുവനും അധ്വാനിച്ചുണ്ടാകിയ സർവ്വസമ്പത്തുകളും പടച്ചവനെ വലിച്ചെറിഞ്ഞിട്ടാ പോയത്. അള്ളാന്റെ റസൂൽ ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം പറഞ്ഞു തരികയോ. പണമുണ്ടാക്കാ കൊട്ടേഷൻ നടത്തുന്നവരുണ്ടല്ലോ, ഹറാമായ വഴികൾ സ്വീകരിക്കുന്നവരുണ്ടല്ലോ, ലോട്ടറി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ. അള്ളാന്റെ റസൂൽ ഇങ്ങനെ സഹാബത്തിന്റെ മുന്നിലിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാ, ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാ. അള്ളാന്റെ റസൂല് കരയാൻ തുടങ്ങി. ആ ചെറുപ്പക്കാരനെ കണ്ടിട്ട് റസൂലുള്ളാന്റെ കണ്ണ് നിറയുകയാ. ആരാ നടന്നു വന്നതെന്നറിയുവോ? അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് നടന്നു വന്ന അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് നടന്നു വന്ന ആ ചെറുപ്പക്കാരൻ ആരായിരുന്നെന്നറിയുവോ? മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. മിസ്അബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ട് അള്ളാന്റെ റസൂല് വല്ലാതെ കരയുകയാ. മിസ്അബ് ചോദിക്കുന്നു, നബിയേ, എന്തിനാ നബിയേ കരയുന്നത്? എന്നെ കണ്ടപ്പോ എന്തിനാ കരയുന്നത്? അള്ളാന്റെ റസൂല് പറയുന്നു, മിസ്അബേ, നിന്റെ പഴയകാലം ഞാനൊന്ന് ഓർത്തുപോയി മിസ്അബേ. എന്റെ പ്രിയമുള്ളവരെ, ആരാ മിസ്അബ് എന്നറിയുമോ? മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു മിസ്അബ്. മിസ്അബ് ധരിക്കുന്നത് സ്വർണത്തിന്റെ വസ്ത്രമാ, സ്വർണത്തിന്റെ വസ്ത്രമാണ് ധരിക്കുന്നത്. സുഗന്ധം വല്ലാത്ത ഇഷ്ടമാണ്. ഒരിക്കലേ ഒരു സുഗന്ധം തേക്കൂ. മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ കുതിരയുടെ മുകളിൽ ഇരുന്ന് പോകുന്നത് കാടാ. മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു. പടച്ചവനെ, ആ
ചെറുപ്പക്കാരൻ അല്ലാഹുവേ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. മിസ്അബ് ലോകത്ത് ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് പെറ്റ ഉമ്മാനെയായിരുന്നു. മിസ്അബിന് വല്ലാത്ത പേടിയായിരുന്നു, വല്ലാത്ത ദേഷ്യമുള്ളവളായിരുന്നു മിസ്അബിന്റെ ഉമ്മ. അവസാനം മിസ്അബ് മുസ്ലിമായെന്നറിയുമ്പോ വീടിനകത്ത് കെട്ടിയിട്ടിട്ട് പട്ടിണിക്കിട്ടിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. എന്ത് ചെയ്തിട്ടും മിസ്അബ് റളിയല്ലാഹു തആല ആർക്കും മടങ്ങി വരുന്നില്ല. അവസാനം എനിക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോകണമെന്ന് വീടിനകത്ത് കിടന്ന് പറയുമ്പോ വീട്ടിലെ ജോലിക്കാർ മുഴുവനും വീടിനകത്തിട്ട് തല്ലിച്ചതച്ചിട്ട് ഉമ്മ പറയുന്നു ഇവനെ വലിച്ചടച്ച് വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയാ. വീട്ടിലെ ജോലിക്കാര് മുഴുവനും മിസ്അബ് റളിയല്ലാഹു തആല ഇവര് വലിച്ചടച്ച് വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയുമ്പോ ഉമ്മ പറയുന്നു മോനെ മിസ്അബേ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ എന്റെ സമ്പത്തിൽ നിന്ന് 1 രൂപ പോലും നിനക്ക് ഞാൻ തരൂല മിസ്അബേ. മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമ്മ പറയുകയാ, എന്റെ സമ്പത്ത് എത്രയാണെന്നറിയുമോ? എനിക്ക് എത്ര കോടിയുടെ ആസ്തിയുണ്ടെന്നറിയുമോ? മക്കയുടെ പകുതിയും എന്റെതാ പൊന്നുപോലെ, മക്കയുടെ പകുതിയും എന്റെതാണ്. ഇവിടെ നിന്ന് നീ ഇറങ്ങിപ്പോയാ നിനക്കൊരു 5 നയാ പൈസ പോലും തരില്ലെന്ന് പറയുമ്പോ മിസ്അബ് റളിയല്ലാഹു തആല പടച്ചവനെ എഴുന്നേറ്റിട്ട് ധരിച്ചിരുന്ന കമീസ് അഴിക്കുകയാ. ഇട്ടിരുന്ന വസ്ത്രമൂരിയിട്ട് തന്റെ ഉമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് പറയുകയാ, ഇതും എനിക്ക് വേണ്ട, ഇതും എനിക്ക് വേണ്ട. അല്ലാഹുവേ, ഉമ്മ പറയുന്നു മിസ്അബേ, നീ നശിച്ചു പോകുമടാ, നീ നശിച്ചു പോകുമടാ. എന്നിട്ട് പറയുന്നു, നീ എന്നെ ഉമ്മ എന്ന് നീ വിളിക്കല്ലേ, ഞാൻ മരിച്ചാ പോലും നീ എന്നെ കാണാ വരല്ലേ മിസ്അബേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാ. എന്തിനാ അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞതെന്നറിയുമോ? പണത്തിന്റെ പുറകെ ഓടുന്ന ഹറാമായ മാർഗത്തിലൂടെ പണം സമ്പാദിക്കുന്ന ചെറുപ്പക്കാരാ, എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ ഏത് വൃത്തികേടും സ്വീകരിക്കുന്ന എന്റെ പ്രിയമുള്ള പെങ്ങളോട് അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞത് എന്തിനെന്നറിയുമോ? മക്കയുടെ പകുതിയും സ്വന്തമായിട്ടുണ്ടായിരുന്നോ? സ്വർണത്തിന്റെ വസ്ത്രം ധരിച്ച് നടന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ഒരു പുതപ്പ് പുതച്ചിരിക്കുകയാ. ഒരേ ഒരു പുതപ്പേ ഉള്ളൂ. ആ പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാ. ആ പുതച്ചിരിക്കുന്ന പുതപ്പുണ്ടല്ലോ 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ച് വെച്ചിരിക്കുകയാ. 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ച് വെച്ചിരിക്കുന്ന ഒരു പുതപ്പും ഇട്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ പ്രവാചകനെ കരഞ്ഞുകൊണ്ട് അവിടുന്ന് ചോദിക്കുന്നു, മിസ്അബേ, ഇതെന്ത് കോലവാ മിസ്അബേ, ഇതെന്ത് കോലവാ മിസ്അബേ. യാ റസൂലല്ലാഹ്, ഓരോ സ്ഥലം കീറുമ്പോഴും തയ്ക്കാവല്ലാത്ത സന്തോഷവാരബിയേ. ഇങ്ങനെ നടക്കുന്നത് എന്തിനെന്നറിയോ? മരിക്കുമ്പോ സ്വർഗം കാണാനാ നബിയേ. എനിക്ക് നാളെ സ്വർഗത്തിലെ വസ്ത്രം ധരിക്കണം നബിയേ. എന്റെ പ്രിയമുള്ളവരെ, ഉഹദിന്റെ രണാങ്കണത്തിലെ യുദ്ധം കഴിഞ്ഞു. സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരു മയ്യത്ത് ചുമന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് വരികയാ. ഒരു മയ്യത്ത് ചുമന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ മയ്യത്ത് കൊണ്ടുവച്ചു. ആരുടെ മയ്യത്തെന്നറിയുമോ? മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്താണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾ എന്തിനാ കരയുന്നത്? മിസ്അബിനെ എന്തേ കഫം പൊതിയാത്തത്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, കഫം തുണി തികയുന്നില്ല നബിയേ. മിസ്അബിനെ പൊതിയാ തുണിയില്ല നബിയേ. മിസ്അബിന്റെ മയ്യത്ത് പൊതിയാ തുണിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ തലമറയ്ക്കുമ്പോ 2 കാല് വെളിയിൽ കിടക്കുകയാ. കാല് മറച്ചാ തല വെളിയിൽ കിടക്കുകയാ. പുതയ്ക്കാ തുണിയില്ല, കഫം പൊതിയാ തുണിയില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, തലമറച്ചിട്ട് കഫം പൊതിയാ. എന്റെ പ്രിയമുള്ളവരെ, കഫം പൊതിഞ്ഞ് കഴിയുമ്പോ മിസ്അബ് എന്ന ചെറുപ്പക്കാരന്റെ
രണ്ട് കാല് വെളിയിൽ കിടക്കുകയാ. അള്ളാന്റെ റസൂല് പറഞ്ഞു പുല്ല് പറിച്ചു കൊണ്ടുവരാ. സഹാബത്ത് പോയി പുല്ല് പറിച്ചു കൊണ്ടുവന്നു. മിസ്അബിന്റെ രണ്ട് കാലിലും പുല്ല് വെച്ച് കെട്ടികെട്ട് മയ്യത്ത് പൊതിയുകയാ. നമസ്കാരം കഴിഞ്ഞു. ജനാസ ഖബറിനകത്തേക്ക് ഇറക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കാലിൽ കെട്ടിവെച്ചിരുന്ന പുല്ലങ്ങടിഞ്ഞ് വീഴുകയാ. എല്ലാരും ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്. അല്ലാഹുവേ, റസൂലുള്ള ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാ. മയ്യത്ത് കയ്യിൽ പിടിച്ചിട്ട് സഹാബത്തിരുന്ന് കരയുകയാണ്. എല്ലാരും കരയുന്നത് കണ്ടപ്പോ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് അള്ളാന്റെ റസൂല് പറയുന്നു, സഹാബാ, മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം സഹാബാ. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് യുവതികളോട്, മോളെ, മരിച്ചാൽ എങ്ങനെ മരിക്കണമെന്നറിയുവോ? വമിനന്നാസി മയ്യസിരീ നഫ്സഹു ബുതിഗാ മർളാതില്ലാഹ് വല്ലാഹു റഊഫുർ ബിൽ ഇബാദ്. മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട്, മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് മരിക്കണം ചെറുപ്പക്കാരാ. അതിനു വേണ്ടി പരിശ്രമിക്കുക പൊന്നുമോനെ. ഹറാമായ സമ്പത്ത് വേണ്ട മോനെ. നിന്റെ ആയുസ് അല്ലാഹു കുറച്ച് കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ രണ്ടാമത്തെ പാപമേതെന്നറിയുമോ? ആയുസ് കുറച്ച് കളയുന്ന രണ്ടാമത്തെ തെറ്റേതെന്നറിയുമോ? ആരുടെ വീട്ടിലാണോ വ്യഭിചാരമുള്ളത്, ആ വീടിന്റെ ഉടമയ്ക്ക് ആയുസ് കുറയുമെന്ന് ത്വാഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, ഏതെങ്കിലും ഒരു സുന്ദരിയായ പെണ്ണ് വിളിക്കുമ്പോ അവൾക്ക് തിന്നിട്ട് എല്ലിനകത്ത് കയറിയിട്ട് അവക്ക് കിടന്നിട്ടുറക്കം വരാതെ നിന്നെ വിളിക്കുമ്പോ ഓടിച്ചെല്ലുന്ന ചെറുപ്പക്കാരാ, നിന്റെ ആയുസാടാ കുറയുന്നത്, നിന്റെ ആയുസാ മോനെ കുറയുന്നത്. നിന്റെ ഭാര്യയെയും മക്കളെയും കളഞ്ഞിട്ട് ഏതെങ്കിലും ഒരു തൊലിവെളുപ്പുള്ളവന്റെ ഭാര്യയുടെ മുന്നിലേക്ക് കടന്നു ചൊല്ലുമ്പോ മോനെ, സുഖിക്കാ പോകുന്ന ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യയും മക്കളും വിധവയും എത്തിയുമായി പോകും പൊന്നുപോലെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, വ്യഭിചാരമെന്ന് പറഞ്ഞാൽ ആണിന്റെയും പെണ്ണിന്റെയും ഗുഹ്യഭാഗങ്ങൾ ചേരുന്നതിന് മാത്രമല്ല വ്യഭിചാരമെന്ന് പറയുന്നത്. കണ്ണിന് വ്യഭിചാരമുണ്ട്, കൈക്ക് വ്യഭിചാരമുണ്ട്, ചെവിക്ക് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, കാലിന് വ്യഭിചാരമുണ്ട്, ഹൃദയത്തിന് വ്യഭിചാരമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ ചെവിയുടെ വ്യഭിചാരം എന്തെന്നറിയുവോ? ഹറാമായ സംസാരം കേൾക്കല് നിന്റെ ചെവിയുടെ വ്യഭിചാരമാ ചെറുപ്പക്കാരാ. പാതിരാത്രി ഫോൺ എടുത്തിട്ട് നിന്റെ കാമുകിയോട് സംസാരിക്കുന്നവനാണല്ലോ മണിയറ രഹസ്യങ്ങൾ പോലും പരസ്യപ്പെടുത്തുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന പെണ്ണേ, അത് നിന്റെ നാവിന്റെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കൈയുടെ വ്യഭിചാരം എന്തെന്നറിയുവോ? കൈയുടെ വ്യഭിചാരം എന്തെന്നറിയുവോ? അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നത് കൈയുടെ വ്യഭിചാരമാ. ബസിനകത്തിരുന്നിട്ട്, അതാ കല്യാണ വീട്ടിലിരുന്നിട്ട്, ജനങ്ങൾ കൂടുന്നതിന്റെ ഇടയിലിരുന്നിട്ട് പെണ്ണുങ്ങളുടെ ശരീരത്തെ പിടിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയുവോ? ഏതെങ്കിലും ഒരു അന്യ പെണ്ണിന്റെ ശരീരത്തെ നിനക്ക് തൊടണമെന്ന് തോന്നിയാ അവളെ തൊടുന്നതിനേക്കാളും നല്ലതെന്തെന്നറിയുവോ? ഒരു അന്യ പെണ്ണിന്റെ ശരീരത്തെ നിനക്ക് തൊടണമെന്ന് തോന്നിയാ അവളെ തൊടുന്നതിനേക്കാളും നല്ലതെന്തെന്നറിയുവോ? കാഷ്ടം തിന്നുകൊണ്ട് കിടക്കുന്ന പന്നിയുണ്ടല്ലോ, തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകണമെന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്ന പന്നിയുണ്ടല്ലോ, അത് കാഷ്ടത്തിൽ കിടക്കുന്ന സമയത്ത് ആ പന്നിയെ കെട്ടിപ്പിടിച്ച് കിടക്കലാണ് ഒരു അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നതിനേക്കാളും നല്ലതെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
ഒരു അന്യ പെണ്ണിന്റെ ശരീരത്തൊന്ന് തൊടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടായ അവളെ തൊടുന്നതിനേക്കാളും പന്നിയെ കെട്ടിപ്പിടിച്ച് കിടക്കലാ നല്ലതെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം പന്നിയെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ 7 വെള്ളത്തിൽ കഴുകിയ ശുദ്ധിയാകും. പെണ്ണിന്റെ ശരീരത്തൊട്ടാലെ പോയി. എന്റെ പ്രിയമുള്ളവരെ, കണ്ണിന്റെ വ്യഭിചാരം അന്യ പെണ്ണിനെ കാണലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പെണ്ണിനെ കാണൽ, ഹറാമുകൾ കാണൽ. ഇന്നത്തെ കാലത്ത് ആരായാലും ഈ പെണ്ണുങ്ങളൊക്കെ എഴുന്നള്ളത്തിന് വരുന്ന ആന വരുന്നത് പോലെ വന്ന ആരായാലും നോക്കിപ്പോകും. ഞാനാണെങ്കിലും നോക്കിപ്പോകും. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്കെതിരെ ഒരു പെണ്ണ് വന്ന ഏതൊരു മനുഷ്യനും നോക്കിപ്പോകും. എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ നോട്ടം ജായിസാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാനിങ്ങനെ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു പെണ്ണ് വരുന്നു, സ്വാഭാവികമായിട്ടൊന്ന് നോക്കി അപ്പോഴേ കണ്ടതാഴ്ത്തി കളയണം. ഒന്നാമത്തെ നോട്ടം അനുവദനീയമാണെന്ന് പറഞ്ഞിട്ട് 1.5 നോട്ടം നോക്കിയേക്കില്ല. അങ്ങനെ ഉണ്ടല്ലോ ചിലർ. ഒന്നാമത്തെ നോട്ടം അനുവദനീയമാണെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു നമുക്ക് തരുന്ന 3ാമത്തെ പരീക്ഷണം, അള്ളാഹു അവന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തിയിട്ട് പരീക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 4 അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, 4ാമത്തെ പരീക്ഷണം ഏതെന്നറിയുവോ? അല്ലാഹു മാരക രോഗം കൊടുത്തിട്ട് പരീക്ഷിക്കുകയാ. പടച്ചവനെ ക്യാൻസർ കൊടുക്കുകയാണ്, ട്യൂമർ കൊടുക്കുകയാണ്, കിഡ്നികൾ തകർന്നിട്ട് ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥ കൊടുക്കുകയാണ്, കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്താറുള്ള അവസ്ഥ കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു രോഗം തരുന്നത് ഇഷ്ടം കൂടിയത് കൊണ്ടാ, വെറുപ്പുള്ളത് കൊണ്ടല്ല. എന്റെ പ്രിയമുള്ളവരെ, നീ ഒരിക്കലും അല്ലാഹുവിനെ കുറ്റപ്പെടുത്തല്ല്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു രോഗം തരുന്നത് ഇഷ്ടമുള്ളത് കൊണ്ടാ. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയുന്നവരാണല്ലോ. അയ്യൂബ് നബിയുടെ ചരിത്രം അറിയുമല്ലോ. അയ്യൂബ് നബിയുടെ ജീവിതം കണ്ടിട്ട് ശൈത്താൻ പോലും അസൂയ തോന്നുകയാ. പടച്ചവനെ, 81 വർഷക്കാലം ദുഃഖം എന്താണ്, ദുരിതം എന്താണ്, വേദന എന്താണെന്നറിയാതെ 81 വർഷക്കാലം അയ്യൂബ് നബി സുഖിച്ച് ജീവിക്കുകയാ. എന്നിട്ടും അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്നത് കണ്ടപ്പോ മലക്കുകൾ മുഴുവനും അയ്യൂബ് നബിക്ക് സലാം പറയുന്നത് കേൾക്കുമ്പോ ശൈത്താൻ അല്ലാഹുവിനോട് പറയുന്നു, അയ്യൂബിന് അനുഗ്രഹങ്ങൾ കൊടുത്തത് കൊണ്ടാണ് അയ്യൂബ് നിനക്ക് ശുക്ർ ചെയ്യുന്നത്. ഒരു പരീക്ഷണം കൊടുത്താ അയ്യൂബ് നബി നിന്നെ മറക്കുമല്ലോ. അല്ലാഹു പറയുന്നു, ശപിക്കപ്പെട്ടവര് അയ്യൂബ് എന്നെ മറക്കില്ലടോ. എത്ര വലിയ വേദന കൊടുത്താലും അയ്യൂബ് നബി എന്നെ മറക്കൂല. ഇല്ല പടച്ചവര്, നീ പരീക്ഷണം കൊടുത്താൽ അയ്യൂബ് നിന്നെ മറക്കുമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അല്ലാഹു പരീക്ഷണം കൊടുക്കുകയോ. ഒരൊറ്റ രാത്രി വെളുക്കുമ്പോ അയ്യൂബ് നബിയുടെ കൊട്ടാരങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമാവുകയാണ്. തന്റെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെടുകയാണ്. തന്റെ ഭാര്യമാരും മക്കളിലും ചിലരൊക്കെ മരണപ്പെടുകയോ. അപ്പോഴും അയ്യൂബ് നബി പറയുന്നു, അൽഹംദുലില്ലാഹ്. എന്നിട്ടും അല്ലാഹുവിനെ സ്തുതിക്കുകയാ. അല്ലാഹു വീണ്ടും ഒരു പരീക്ഷണം കൊടുക്കുകയാ. ലോകത്ത് ഒരു മനുഷ്യനും കൊടുക്കാത്ത രോഗമാണ് അയ്യൂബ് നബിക്ക് അല്ലാഹു കൊടുത്തത്. പടച്ചവരെ, ശരീരം മുഴുവനും പഴുക്കുകയാണ്. അയ്യൂബ് നബിയുടെ ശരീരം മുഴുവനും പഴുക്കുകയാ. ദുർഗന്ധം അടിച്ച് വീശുകയാണ്. അതാ രോഗം പടരുമെന്ന് കരുതിയിട്ട് നാട്ടുകാർ മുഴുവനും അയ്യൂബ് നബിയെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയാ. ഒരേ ഒരു ഭാര്യ മാത്രം അയ്യൂബ് നബിയുടെ കൂടെ നടക്കുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ശരീരം മുഴുവനും പഴുത്തെളിഞ്ഞിട്ട് പടച്ചവരെ, മാംസം ഇങ്ങനെ താഴേക്ക് വീഴുകയാ. ശരീരത്ത് നിന്ന് മാംസം താഴേക്ക് വീഴുകയാണ്. കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ ഭാര്യ അടുത്ത് ചെന്നിട്ട് പറയുന്നു, നബിയേ, നിങ്ങൾ പ്രവാചകനാണല്ലോ, നിങ്ങൾ ദുആ ചെയ്താ അല്ലാഹു സ്വീകരിക്കുമല്ലോ. ഈ രോഗമൊന്നു മാറ്റിത്തരാ. ദുആ ചെയ്താൽ ആ കൈ താഴ്ത്തുന്നതിന് മുമ്പേ അല്ലാഹു നിങ്ങളുടെ രോഗം മാറ്റിത്തരുമല്ലോ. എന്തിനാ ഇതുപോലെ കിടന്ന് കഷ്ടപ്പെടുന്നത്? ആ സമയത്ത് അയ്യൂബ് നബി തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുന്നു, പെണ്ണേ, അല്ലാഹു എനിക്ക് 81 കൊല്ലം എനിക്ക് അല്ലാഹു സന്തോഷം തന്നു. എന്തിനാ
തന്നതെന്ന് ഇന്ന് വരെ ഞാൻ ചോദിച്ചിട്ടില്ല. ഇന്ന് ചെറിയ ഒരു പരീക്ഷണം അല്ല എനിക്ക് തന്നപ്പോ റബ്ബിനോട് പരാതി പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഈ അവസ്ഥയിൽ അയ്യൂബ് നബി നടന്നത് എത്ര കൊല്ലമാണെന്നറിയുവോ ചെറുപ്പക്കാരാ? തലവേദന വരുമ്പോ, പനി വരുമ്പോ, നടുവേദന വരുമ്പോ, എന്തെങ്കിലും ഒരു രോഗം വരുമ്പോ പരാതി പറയുന്ന പെങ്ങളെ, 18 കൊല്ലവാ മോളെ ഇതുപോലെ നടന്നത്. ശരീരം മുഴുവനും പുഴുത്തളിഞ്ഞിട്ട് റബ്ബേ മാംസങ്ങൾ താഴെ വീട്, എഴുതേക്കാൻ കഴിയാതെ നടക്കാൻ കഴിയാതെ നാട്ടുകാർ മുഴുവനും പടച്ചവരെ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് പുറത്താക്കി അയ്യൂബ് നബി 18 കൊല്ലം നടന്നു. ഒരിക്കൽ പോലും അല്ലാ എന്റെ രോഗമൊന്ന് മാറ്റിത്താ അല്ലാ, എന്റെ രോഗമൊന്നും മാറ്റിത്താ അല്ലാ. ഒരിക്കൽ പോലും അല്ലാഹുവിനോട് ദുആ ചെയ്തില്ല. അവസാനം ഒരു ദിവസം എന്റെ പ്രിയമുള്ളവര് ശപിക്കപ്പെട്ട ശൈത്താൻ നോക്കുമ്പോ അയ്യൂബ് നബി ഇരുന്ന് കരയുകയാ. ശൈത്താൻ വിചാരിച്ചു അയ്യൂബ് നബി തോറ്റുപോയെന്ന്. അടുത്ത് ചെന്ന് നോക്കുമ്പോ അയ്യൂബ് നബി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. എന്തേ ദുആ ചെയ്തതെന്നറിയുവോ? അല്ലാഹുവേ 18 കൊല്ലമായല്ല ഇതുപോലെ നടക്കാ തുടങ്ങിയിട്ട് ഇന്ന് വരെ എനിക്ക് പരാതിയില്ലല്ലോ. എനിക്ക് നിന്നോടൊരു പരാതിയുമില്ല പടച്ചവരെ. ഇന്നലെ വരെ എനിക്കൊരു സുബ്ഹാനല്ലാഹ് പറയാ, ഒരു അൽഹംദുലില്ലാഹ് പറയാ എന്റെ നാവിനെ കൊണ്ട് കഴിയുമായിരുന്നല്ലോ. പക്ഷേ ഇന്ന് കഴിയുന്നില്ല റബ്ബേ. വേദന കാരണം എന്റെ നാവ് കൊണ്ട് ഒരു അൽഹംദുലില്ലാഹ് പറയാ കഴിയുന്നില്ല. അതുകൊണ്ട് റബ്ബേ വഇന്നി മസ്സനിയല്ലുറു അന്ത അർഹമുർ റാഹിമീൻ. അപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്തത് എന്റെ ഈ നാവിലെ രോഗമൊന്നും മാറ്റിത്താ അല്ലാ. എന്നിട്ട് പോലും പടച്ചവനോട് എന്റെ ശരീരത്തിലെ രോഗം മാറ്റിത്തരാ ദുആ ചെയ്തില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു രോഗം തരുന്നത് അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാ. 5ാമത്തെ പരീക്ഷണമേതെന്നറിയുവോ? അല്ലാഹു നിന്റെ കൃഷിയിടങ്ങളെ നശിപ്പിക്കുകയോ. 6ാമത്തെ പരീക്ഷണമേതെന്നറിയുവോ? അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന 6ാമത്തെ പരീക്ഷണം നിന്റെ മക്കളുടെ മയ്യത്ത് നിന്നെ കൊണ്ട് തന്നെ കുളിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ റസൂല് എത്ര മക്കളെയാ കബറടക്കിയതെന്ന് ചരിത്രമെടുത്ത് വായിച്ചു നോക്കു ചെറുപ്പക്കാരോ. 7 മക്കളുടെ മയ്യത്ത് കബറടക്കിയ വാപ്പയാണ്. അല്ലാഹുവേ, 7 മക്കളുടെ മയ്യത്ത് കബറടക്കിയ വാപ്പയാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ലോകത്ത് ഇതുപോലെ ഒരു വാപ്പയുണ്ടോ? ലോകത്ത് ഇതുപോലെ ഒരു പരീക്ഷണ മാർഗെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകരെ ബദർ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാണ്. ബദരീങ്ങളെ ഇഷ്ടപ്പെടാത്തവരില്ലല്ലോ. 313 സഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം ചെയ്ത് വിജയിച്ചിട്ട് റസൂലുള്ള സന്തോഷത്തോടെ നടന്നു വരികയോ. വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് കയറി വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പടച്ചവരെ വീടിനകത്ത് കിടന്ന് കരയുകയാണ്. ആയിഷ ബീവി വീടിനകത്ത് കിടന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ ആയിഷ, എന്തേ ആയിഷ കരയുന്നത് എന്തിനെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, നബിയേ റുഖിയ മോള് പോയി നബിയേ. ബദർ യുദ്ധം ജയിച്ചിട്ട് വീട്ടിലേക്ക് കയറി വരുന്ന പ്രവാചകരോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുകയാ, റുഖിയ മോള് പോയി നബിയേ, കബറടക്കാൻ കൊണ്ടുപോയിരിക്കുകയാ. ജന്നത്തിൽ ബഖീലേക്ക് മയ്യത്ത് കൊണ്ടുപോയി നബിയേ, ഒന്നോടിപ്പോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് ജന്നത്തിൽ ബഖീലേക്ക് ഓടുകയാണ്. ബദർ യുദ്ധം കഴിഞ്ഞ് സന്തോഷത്തോടെ വീട്ടിലേക്ക് കയറി വന്ന പ്രവാചകർ പടച്ചവരെ ജന്നത്തിൽ ബഖീലേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്
എല്ലാവരും മണ്ണ് വാരിയിടുകയാ. തന്റെ പൊന്നുമോളുടെ മയ്യത്തിന്റെ മുകളിലേക്ക് എല്ലാവരും പിടിമണ്ണ് വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാ. ഒന്ന് കാണാ പോലെ കഴിഞ്ഞില്ലല്ലോ, അവസാനമായി തന്റെ പൊന്നുമോളെ ഒന്ന് കാണാൻ. എന്റെ പ്രിയമുള്ളവരെ, ഏത് മാതാവിനാ സഹിക്കാൻ കഴിയുക? ഏത് പിതാവിനാ സഹിക്കാൻ കഴിയുക? മക്കള് മരിച്ചുപോയ ആരെയെങ്കിലും കൊണ്ട് താകാൻ കഴിയുവോ? എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്ന ആറാമത്തെ പരീക്ഷണം അവന്റെ മക്കളെ മരിപ്പിച്ചിട്ട് അവരെ പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, അങ്ങനെ അവസ്ഥയെത്തിട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. പടച്ചവരെ, രാവിലെ കബളിലും മതന്നിട്ട് ചിരിക്കുന്ന മുഖത്തോടെ ഇറങ്ങിപ്പോകുന്ന ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവെക്കല്ലേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും തരല്ലേ അല്ലോ. ഞങ്ങളുടെ നെഞ്ചത്ത് കിടന്ന് ഉറങ്ങിയ മക്കളുടെ നെഞ്ചിന്റെ മുകളില് അല്ലാഹുവേ പിടിമണ്ണ് വാരിയിടേണ്ട ഗതികേട് ഞങ്ങൾക്ക് തരല്ലേ അല്ലോ. ഈ സദസ് അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.